പൊതുജനാരോഗ്യ സൂചികകളിൽ കേരളം ഏറ്റവും മികച്ച നിലയിലാണ് നിൽക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ളവർ കേരളത്തിലാണ് ജീവിക്കുന്നത്. ഇൻഫന്റ് മോർട്ടാലിറ്റി, നവജാത ശിശു മരണ നിരക്ക് ഏറ്റവും കുറവ് കേരളത്തിലാണ്. ലോകാരോഗ്യ സംഘടന 2030 6 പറഞ്ഞു. 2021 നമ്മൾ 6 ഇപ്പോൾ നമ്മൾ 4.5 നമ്മുടെ നില നമ്മൾ കൂടുതൽ മെച്ചപ്പെടുത്തുകയാണ്. മാതൃമരണ നിരക്ക് ഏറ്റവും കുറവ് കേരളത്തിലാണ്. പുതിയ കേരളം, നവകേരളം, രോഗാതുരത കുറഞ്ഞ ഒരു സമൂഹമായി കേരളം മാറണമെന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. നവകേരള കർമ്മ പദ്ധതി ആർദ്ര മിഷനിലൂടെ ഇതിനു വേണ്ടിയിട്ടുള്ള വിവിധ പ്രവർത്തനങ്ങളാണ് നമ്മൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്. ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുക വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ മികച്ച ആരോഗ്യ സൂചികൾ ഉള്ളപ്പോഴും നമ്മുടെ ഇടയിൽ പ്രമേഹം, രക്തസമ്മർദ്ദം, ഹൃദ്രോഗം, ക്യാൻസർ ഇതൊക്കെ വലിയ തോതിൽ കൂടി വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന് സ്കൂൾ തലം മുതൽ, സ്കൂൾ ആരോഗ്യത്തിൽ തുടങ്ങി ഒരു കുഞ്ഞ് അമ്മയുടെ വയറ്റിൽ ഉണ്ടാകുന്ന സമയം മുതൽ ആദ്യത്തെ 1000 ദിവസം അമ്മയുടെ വയറ്റിലുള്ള ആ കാലയളവും അതിനുശേഷമുള്ള ആദ്യ 2 വർഷവും നമ്മൾ പ്രത്യേകമായി സംരക്ഷണം കൊടുക്കും. അങ്കണവാടിയിലേക്ക് എത്തുമ്പോൾ കുഞ്ഞിന് പോഷകാഹാരം ഉൾപ്പെടെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തും. അതിനുശേഷം കുഞ്ഞ് സ്കൂളിലേക്ക് എത്തപ്പെടുമ്പോൾ സ്കൂൾ ആരോഗ്യ പരിപാടി നമ്മൾ ആരംഭിക്കുകയാണ്. അതായത് ഒരു വ്യക്തി കുട്ടിയായിരിക്കുമ്പോൾ മുതൽ ഈ പ്രവർത്തനം നമ്മൾ തുടങ്ങുന്നു എന്നുള്ളതാണ്. അതിനുശേഷം വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തി മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ക്യാൻസർ രോഗപ്രതിരോധം. കാരണം ഓരോ വർഷവും 65,000 മുകളിൽ പുതിയ കേസസ് ആണ് കേരളത്തിൽ ഉണ്ടാകുന്നത്. ഇത്ര ആരോഗ്യ സാക്ഷരതയുള്ള ഒരു സംസ്ഥാനത്ത്, ഇത്ര വിദ്യാഭ്യാസത്തിൽ മുന്നോട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത്, ഇത്ര ഹെൽത്ത് സീക്കിംഗ് ബിഹേവിയർ ഉള്ള ഒരു സംസ്ഥാനത്ത് നമ്മൾ 3ാമത്തെയും 4ാമത്തെയും ഫേസിലാണ് ക്യാൻസർ കണ്ടുപിടിക്കുന്നത്. അത് വളരെ ഗൗരവമുള്ളൊരു സാഹചര്യമാണ്. അതുകൊണ്ടാണ് ആരോഗ്യമാനന്ദം അകറ്റാം അർബുദം എന്ന ക്യാമ്പയിൻ നമ്മൾ ആരംഭിച്ചത്. തീർച്ചയായിട്ടും ഇതെല്ലാം രോഗാതുരത കുറയ്ക്കുന്നതിനും രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനും രോഗത്തെ പ്രതിരോധിക്കുന്നതിനും നമ്മെ സഹായിക്കും. അതോടൊപ്പം ഇത് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിന്റെ കാര്യമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. രണ്ടാമത്തേത് കമ്മ്യൂണിക്കബിൾ ഡിസീസിന്റെ കാര്യമാണ്. അതായത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ലോകാരോഗ്യ സംഘടന തന്നെ പറയും ഇത് ഒരു ഡെങ്കി പ്രോൺ ഏരിയയാണ്. ഡെങ്കിപ്പനി ഉൾപ്പെടെ, കാരണം ഇടവിട്ടുള്ള മഴ, കൊതുകുകൾ പെരുകുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം, നമ്മുടെ കാലാവസ്ഥ അങ്ങനെയാണ്. കാലാവസ്ഥയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ തീർച്ചയായിട്ടും കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, പകർച്ചവ്യാധികളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ സമഗ്രമായിട്ടുള്ള പദ്ധതി കേരളം ആവിഷ്കരിച്ചിരിക്കുകയാണ്. അതായത് വാർഡ് തലത്തിൽ ഓരോ വാർഡിനും അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു മൈക്രോ പ്ലാൻ ഉണ്ടാകും. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വാസ്തവത്തിൽ ഈ ഒരു ദീർഘവീക്ഷണത്തോടു കൂടിയാണ് കേരളത്തിന്റെ പൊതുജന ആരോഗ്യ നിയമം നമ്മൾ മാറ്റി എഴുതിയത്. ആ പൊതുജനാരോഗ്യ നിയമം മാറ്റി എഴുതുമ്പോൾ അതിന്റെ അടിത്തറയായി നിൽക്കുന്ന ആശയം ഏകാരോഗ്യം എന്നുള്ളതായിരുന്നു. അതായത് ഒരു വ്യക്തിയുടെ ആരോഗ്യം മാത്രമായി നിലനിൽക്കുന്നതല്ല, പ്രകൃതിയുടെയും ജീവജാലങ്ങളുടെയും ഒക്കെ തന്നെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ ഏകാരോഗ്യത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള പൊതുജനാരോഗ്യ നിയമം നിലവിൽ വന്നു. അതുപോലെ തന്നെ പകർച്ചവ്യാധികളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി വൺ ഹെൽത്തുമായി ബന്ധപ്പെട്ട് കമ്മ്യൂണിറ്റി വോളണ്ടിയേഴ്സിനെ ട്രെയിൻ ചെയ്തുകൊണ്ട് ആദ്യം തന്നെ പ്രകൃതിയിലോ ജന്തുക്കളിലോ മറ്റ് ഏത് ജീവജാലങ്ങളിലോ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ പരിശ്രമം നമ്മൾ അത് തുടങ്ങി വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ലോകാരോഗ്യ സംഘടന പറഞ്ഞ 2050 ആകുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെടുന്ന ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്, അത് ആന്റിബയോട്ടിക്കുകളുടെ ഉൾപ്പെടെയുള്ള അമിതമായിട്ടുള്ള ഉപയോഗം കൊണ്ട് മനുഷ്യന് വലിയ ഗുരുതരമായിട്ടുള്ള രോഗാവസ്ഥകൾ, അതിനെ അതിജീവിക്കാൻ കഴിയാത്ത സാഹചര്യം. കേരളം ലോകത്തിന് തന്നെ മാതൃകയായിക്കൊണ്ട് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസിൽ പുതിയ തലങ്ങളിലേക്ക് പോവുകയാണ്. നമ്മുടെ സർക്കാർ ആശുപത്രികൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ ആന്റിബയോട്ടിക് സ്മാർട്ട് ഹോസ്പിറ്റലുകളാകുകയാണ്. നമ്മുടെ ജില്ലാ ആശുപത്രികളും മെഡിക്കൽ കോളേജുകളും ആന്റിബയോട്ടിക് സ്മാർട്ട് ഹോസ്പിറ്റലുകൾ ആക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും പുതിയ കാലത്ത് ഇനി വരാനിരിക്കുന്ന നാളുകളിൽ നമ്മൾ നവകേരളത്തെ രൂപപ്പെടുത്തുമ്പോൾ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനൊപ്പം ആത്യന്തികമായി എല്ലാവർക്കും ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കപ്പെടുന്ന ഒരു സംസ്ഥാനം എന്നുള്ളത് കൂടി നമ്മൾ ലക്ഷ്യമിടുന്നുണ്ട്. അതോടൊപ്പം തന്നെ വളരെ ശാസ്ത്രീയവും നവീനവുമായിട്ടുള്ള ചികിത്സാ സങ്കേതങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ ആളുകൾക്ക് ലഭിക്കുക എന്നുള്ളതും നമ്മുടെ ഈ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്.